ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ എൻ്റെ വിശേഷം എന്ന് വെച്ചാൽ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാമെന്ന് വെച്ചു. കാരണം ഒരുപാട് ദിവസമായി ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് എടുത്തിട്ട്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ഫ്രഷ് ആയിട്ടൊരു മാംഗോ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മോൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാട്ടാ. അപ്പം രാവിലെ എഴുന്നേറ്റ് ഫുഡ് ആവുന്നതിന് മുമ്പ് സാധാരണ എൻ്റെ കൂടെ അല്ല എഴുന്നേക്കുന്നത്, ഇന്ന് എൻ്റെ കൂടെ തന്നെ എഴുന്നേറ്റ്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഫുഡ് ആക്കുന്നതിന് മുന്നേ തന്നെ ഒരു പഴുത്ത മാങ്ങ എടുത്തിട്ട് അവൾക്ക് കട്ട് ചെയ്ത് കൊടുക്കാമെന്ന് ചോദിച്ചു. ഈ മാങ്ങ നന്നായിട്ട് പഴുത്ത് പോയതുകൊണ്ട് ഞാൻ കുറച്ച് ഭാഗമൊക്കെ കട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ. അപ്പോൾ ഞാൻ കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കിയിട്ട് അവൾക്ക് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അവൾ ഫുള്ള് കഴിച്ചായിരുന്നു. അപ്പോൾ ഇന്ന് പുതിയൊരു അരി കേട്ടോ, ഹരിതം എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് വെക്കുകയാണ്. പക്ഷേ നല്ല റൈസായിരുന്നു. സാധാരണ ഞാൻ മട്ട റൈസിൻ്റെ വടി അരിയാണ് വാങ്ങിക്കുന്നത്, ഇത് ഉണ്ട അരിയായിരുന്നു. പക്ഷേ നല്ല ചോറായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അരിയൊക്കെ ഒന്ന് കഴുകിയെടുത്ത് അതിൽ വെള്ളം നിറച്ചു, ഉപ്പും ഇട്ടിട്ട് കുക്കറിൽ 2 വിസിലാണ്, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 വിസിലാണ് കേട്ടോ കൊടുക്കുന്നത്. കറക്റ്റ് വേവായിരുന്നു. അപ്പോൾ ഞാൻ സ്റ്റൗവ് കത്തിച്ച് ചോറ് അടുപ്പയിൽ വെച്ച് അരി അടുപ്പയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കി. ഇന്ന് ഓട്സ് ആയിരുന്നു. അപ്പോൾ മോള് ഓട്സ് കഴിക്കും, അതുകൊണ്ട് ഞങ്ങൾക്ക് 2 പേർക്കും ഇന്ന് ഓട്സ് ആയിരുന്നു ഞാൻ എടുത്തത്. ഞാൻ ഒരുപാട് ഓട്സ് അങ്ങ് കുറുക്കി എടുക്കാറില്ല, കാരണം ഞങ്ങൾക്ക് 2 പേർക്കും അത് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കുറുകി വരും, അത്ര തന്നെ, അത്രയൊരു ഇതിലാണ് എടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മോളെ കൊണ്ടുവന്ന് ചെയറിലിരുത്തി. അപ്പം നല്ല ചൂടായിരുന്നു. ആദ്യം ഒന്ന് കൈ തൊട്ട് നോക്കി, അപ്പോൾ പൊള്ളി. അപ്പോൾ പിന്നെ ഞാൻ ചൂടാറട്ടെ എന്നിട്ട് മോള് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവളും അത് മൊത്തം കഴിച്ചു കേട്ടോ. അവൾക്ക് ഓട്സ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പാലിൻ്റെ സ്മെല്ല് അറിയാതിരിക്കാൻ വേണ്ടി ഞാനൊരു ഏലക്ക പൊട്ടിച്ചതിനകത്ത് ഇടാറുണ്ട്. അതിനുശേഷം ഞാൻ അടുക്കളയിൽ വന്നിട്ട് മീൻകറിക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ തുടങ്ങി. നമ്മൾ കൊച്ചുള്ളി അങ്ങനെ വാങ്ങിക്കാറില്ല. അപ്പം സവാളയായിരുന്നു ഉള്ളത്. ഞാൻ സവാള നല്ല കുനുകുനാ അരിഞ്ഞ്, പിന്നെ മുളകും പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം മീൻകറിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം ഞാൻ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ചിലർ തക്കാളി ചേർക്കും, ചിലർ തക്കാളി ചേർക്കാറില്ല. ഞാൻ ചിലപ്പോൾ തക്കാളി ചേർക്കും, ചിലപ്പം തക്കാളി ചേർക്കാറില്ല. ഇന്ന് എന്തായാലും തക്കാളി ചേർത്തിട്ടാട്ടോ വയ്ക്കുന്നത്. അപ്പം ആദ്യം തന്നെ എണ്ണ ഒഴിച്ചു, ഉലുവ ഇട്ടു, പിന്നെ നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും എല്ലാം ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ ഞാൻ അതിലേക്ക് അത് വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പം ആദ്യം വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇട്ട് ഒന്ന് വാടി വരുമ്പോഴേ ഞാൻ ഈ ചെറുള്ളി ഇടാറുള്ളൂ. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വേഗം ഒന്ന് വാടി കിട്ടും. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഒന്ന് പച്ചമണം മാറുന്ന മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കും കേട്ടോ. അതിന് ശേഷം ഞാനൊന്ന് അടച്ച് വെച്ച് വേവിക്കാറുണ്ട്. പിന്നെ എണ്ണ തെളിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ മീൻകറിക്ക് ആവശ്യമുള്ള വെള്ളം കൂടി ചേർക്കാറുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. സാധാരണ എല്ലാവരും വെള്ളം കൂട്ടി വെച്ചിട്ട് തിളപ്പിച്ചാണ് ചെയ്യുന്നത്, ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഇതൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ കുടംപുളി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഇതിന് വടക്കോട്ടൊക്കെ മാന്തളെന്ന് പറയും, ഞങ്ങളുടെ അവിടെയൊക്കെ നങ്കാന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഇത് ഇത്തിരി വലിയ നങ്കാട്ടോ. അപ്പോൾ അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തു. അപ്പോൾ മീൻകറി അവിടെ നിന്ന് സെറ്റ് ആകട്ടോ. കുറച്ച് മീൻ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു വറുക്കാൻ വേണ്ടിയിട്ട്. അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി, ഇച്ചിരി ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ട് കുറച്ച് ചെറുനാരങ്ങയും കൂടെ പിഴിഞ്ഞൊഴിച്ച് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ചെറുനാരങ്ങ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്, അതുകൊണ്ട് ഞാൻ ചെറുനാരങ്ങ ചേർക്കുന്നത്. ഈ മീൻ ഭയങ്കര സോഫ്റ്റാണ്, പെട്ടെന്ന് പൊടിഞ്ഞു പോകും, ഒരുപാട് വേവുമില്ല. അതുകൊണ്ട് മീൻകറി ആയാലും ഒരുപാട് നമ്മൾ ഇട്ടങ്ങ് തിളപ്പിക്കേണ്ട, കാരണം കുറച്ച് വേവേ ഉള്ളൂ. അപ്പോൾ അരപ്പൊക്കെ തേച്ച് ഞാൻ മാറ്റി വെച്ച്. പിന്നെ ഒരു ക്യാരറ്റേ ഉള്ളായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ക്യാരറ്റ്, സവോള വെച്ചിട്ട് പച്ചമുളകൊക്കെ ചേർത്തിട്ട് ജസ്റ്റ് ഒരു മെഴുക്ക് വരട്ടി ഉണ്ടാക്കി. ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ, അപ്പം ഇത് തന്നെ ധാരാളം. അപ്പോഴേക്കും നമ്മുടെ മീൻകറിയൊക്കെ ഇവിടെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് മൂടി വെക്കാം കേട്ടോ. ഞാൻ ചോറ് ഊറ്റി, ചിലർ വാർക്കാന്നൊക്കെ പറയും, ഞങ്ങളുടെ നാട്ടിൽ ഊറ്റുക എന്നാണ് പറയാം കേട്ടോ. അപ്പം ചോറ് ഊറ്റിയിട്ട് ഞാൻ ഒരു അരിപ്പയിൽ ഊറ്റി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ മീൻ വറുക്കാൻ വെച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് മെഴുക്ക് വരട്ടിയൊക്കെ റെഡി ആയിരുന്നു, ഞാൻ കാണിച്ചില്ലല്ലോ. അപ്പോൾ ഇതാണ്, ജസ്റ്റ് ഞാനൊന്ന് വേവിച്ചെടുക്കത്തേ ഉള്ളൂ കേട്ടോ. ക്യാരറ്റ് ഒരുപാട് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് വൈറ്റമിൻസും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കത്തേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒരുപാട് പാത്രങ്ങളും കിച്ചൺ ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. പാത്രങ്ങൾ ഇങ്ങനെ കുമിഞ്ഞു കൂടി കിടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അപ്പോൾ ഉള്ള പാത്രങ്ങൾ അപ്പോൾ കഴുകി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ കിച്ചണിലെ ജോലിയെല്ലാം ഒതുക്കിയിട്ടാണ് പാത്രങ്ങളെല്ലാം കഴുകി വെക്കുന്നത് കേട്ടോ.
അപ്പോൾ പാത്രമൊക്കെ കഴുകി സിങ്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ സിങ്ക് മറ്റേ വൈറ്റ് കളർ ആയതുകൊണ്ട് പെട്ടെന്ന് അതിനകത്ത് സ്റ്റെയിൻ പിടിക്കും, അതുകൊണ്ട് ഞാൻ വേഗം തന്നെ കഴുകാറുണ്ട്. എന്നാലും നമ്മുടെ മഞ്ഞളിൻ്റെ കളറൊക്കെ അതിനകത്ത് ഇപ്പോഴും ഉണ്ട്. എന്നാലും മാക്സിമം ഞാൻ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്ത് ഇടാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. പിന്നെ മോള് കറിയൊക്കെ ആണെങ്കിലേ ഉള്ളൂ പാത്രം അതിൽ തന്നെ ഇട്ടിട്ട് ഞാൻ പെട്ടെന്ന് പോകുന്നത്. അപ്പം നമ്മൾ സിങ്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇനി നമുക്ക് സ്ലാബും എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ മീൻ വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര സോഫ്റ്റ് ആണെന്ന്, അതുകൊണ്ട് മീൻ വേഗം പൊടിഞ്ഞു പോകും. അപ്പോൾ മോളെ ഞാൻ മുമ്പേ സ്ലാബിൻ്റെ പുറത്തിരുത്തിയപ്പോൾ അവൾ അരി അവിടേക്ക് ഇട്ടായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ ടിഷ്യൂ പേപ്പർ കൊണ്ട് തന്നെ പെട്ടെന്നൊന്ന് ക്ലീൻ ചെയ്തെടുത്തത്. കാരണം ഞാൻ കിച്ചൺ ക്ലീൻ ചെയ്യുന്ന തുണികളെല്ലാം ഞാൻ കഴുകാനിട്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ടിഷ്യൂ വെച്ചിട്ട് ലോഷൻ വെച്ച് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് വേഗം എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചോറും വറുത്ത മീനും പിന്നെന്താ മെഴുക്ക് വരട്ടി മീൻകറിയൊക്കെ റെഡിയായി. അപ്പോഴേക്കും ഞാൻ ഫുഡെല്ലാം കഴിഞ്ഞതിന് ശേഷം പാത്രങ്ങളെല്ലാം കഴുകിയിട്ട് ഞാൻ ജസ്റ്റ് കിച്ചണൊന്ന് തൂത്തുവാരി വൃത്തിയാക്കി ഒന്ന് തുടച്ചെടുക്കാറുണ്ട്. ഞാൻ 2 ദിവസം കൂടുമ്പോഴാട്ടോ കിച്ചൺ തുടയ്ക്കാറുള്ളത്. ഡെയിലി തൂക്കും, എന്നാലും 2 ദിവസം കൂടുമ്പേ കിച്ചൺ തുടയ്ക്കാറുള്ളൂ. കാരണം പെട്ടെന്ന് അഴുക്കാവില്ല, അതുകൊണ്ട് ഞാൻ 2 ദിവസം കൂടുമ്പോൾ തുടയ്ക്കാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ ലോഷനൊക്കെ ഒഴിച്ചിട്ട് കിച്ചണൊന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ മോപ്പ് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. അതിനകത്ത് ഇങ്ങനെ വെള്ളവും ലോഷനും നമുക്ക് നിറച്ചിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തും നല്ല രീതിയിൽ തുടച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ട് പെട്ടെന്ന് പൊടികളോ മുടികളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വേഗം തന്നെ നമുക്ക് തുടച്ചെടുക്കാൻ പറ്റും. അപ്പം ഞാൻ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം കിച്ചൺ വൃത്തിയായിട്ട് കിടക്കുമ്പോൾ നമുക്കൊരു സമാധാനമല്ലേ, അല്ലെങ്കിൽ അല്ലോ കിച്ചൺ ക്ലീനായിട്ട് കിടക്കല്ല എന്നൊരു ചിന്ത വരും. അതിനുശേഷം ഞാൻ റൂമിലേക്ക് വന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞിട്ട് ഒന്ന് ക്ലീനാക്കി ഇടുകയാണ് കേട്ടോ. അപ്പം 2 ദിവസം ആയതേ ഉള്ളൂ ബെഡ്ഷീറ്റ് ഇട്ടിട്ട്, അതുകൊണ്ട് ഞാൻ ബെഡ്ഷീറ്റ് മാറ്റുന്നില്ല, അത് തന്നെ വിരിക്കുകയാണ്. ആ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടതിന് ശേഷം ഞാൻ റൂമൊക്കെ ഒന്ന് തൂത്തെടുക്കുകയാണ്. അതിനിടയിൽ കൂടെ ഒരാൾ ബാത്റൂമിൽ കയറിയിട്ട് തലയിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് തിരിച്ചിറങ്ങി വരുന്നുണ്ട്. അതൊക്കെ ഞാൻ നോക്കുന്നുണ്ട് അവിടെ നിന്നുകൊണ്ട്. അപ്പോഴേക്കും ഇക്ക വന്നായിരുന്നു. ഇക്ക വന്നപ്പോൾ പിന്നെ ആൾ വഴക്ക് പറഞ്ഞപ്പോൾ തിരിച്ച് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി. ഞാൻ വെച്ചത് തൂത്ത് കഴിഞ്ഞിട്ട് അവളെ കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇക്ക വന്നപ്പോൾ ഞാൻ ഇക്ക അടുത്തൊന്നൊക്കെ ചോദിച്ചിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അതിനുശേഷം ഞാൻ ഹോളൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കുകയാണ്. അപ്പോൾ വീടെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം ഞങ്ങൾ ചോറ് കഴിക്കാനിരുന്നു. അപ്പോൾ ക്യാരറ്റും ചോറും പിന്നെ വറുത്ത മീനും പിന്നെ നല്ല അടിപൊളി മീൻകറിയൊക്കെ ആയിരുന്നു. എപ്പോഴും ഞാൻ മീൻകറി കുറച്ച് കുറുക്കിയാണ് വെക്കുന്നത്. ഇന്ന് ഞാൻ കുറച്ച് ലൂസായിട്ടാണ് വെച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ലൂസായിട്ടുള്ള മീൻകറി, അതുകൊണ്ട് ഈ വട്ടം ഞാൻ ലൂസായിട്ടാണ് വെച്ചത്. പിന്നെ നല്ല നാട്ടിൽ നിന്ന് കൊടുത്തിട്ട് മാങ്ങാച്ചാറും ബീഫ് അച്ചാറും നാരങ്ങച്ചാറൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ഞാൻ മാങ്ങാച്ചാറും ബീഫ് അച്ചാറും ആട്ടോ എടുത്തത്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ ഇതിന് മുന്നേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണെന്ന്. അപ്പോൾ നല്ല അടിപൊളി ബീഫ് അച്ചാറും മാങ്ങാച്ചാറും മീൻകറി എല്ലാം കൂട്ടിയിട്ട് ഞങ്ങൾ ചോറ് കഴിച്ചു കേട്ടോ.
ഞങ്ങൾ ചോറ് കഴിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഞങ്ങൾ മോളെ ഇരുത്താറുണ്ട്. അവൾ തന്നെ വാരി കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ കൂടെ തന്നെ അവൾക്ക് ഇരുത്തി ഫുഡ് കൊടുക്കുന്നത്. ചിലപ്പോൾ അവൾ വാരി താഴേക്ക് ഇടും, എന്നാലും ഞങ്ങൾ ഞങ്ങളുടെ കൂടെ ഇരുത്തി തന്നെ ഫുഡ് കൊടുക്കാറുണ്ട്. അതിനുശേഷം കഴിച്ചില്ലെങ്കിൽ ഞാൻ വാരി കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ചോറും മീനും ബീഫ് അച്ചാറൊക്കെ കൂട്ടിയിട്ട് ഞാനൊന്ന് കഴിച്ചു. അതിനുശേഷം ഞാൻ പിന്നെ അവൾ കുറച്ച് ഫുഡേ കഴിച്ചോളായിരുന്നു. പിന്നെ ഞാൻ മോൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവളെ TV ഹാളിൽ കൊണ്ടിരുത്തി ഫുഡ് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ ക്ലീൻ ചെയ്തിട്ട് പോയതാണ്. അവൾ വീണ്ടും ഓരോ സാധനങ്ങൾ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ പറക്കി അവിടെ ഇവിടെയൊക്കെ കൊണ്ടിട്ടു. ഒരു ദിവസം ഒരു 4-5 വട്ടം ഞാൻ ഈ ഒരു ഹോൾ ഒതുക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പിന്നെ അവളെ കൂടുതലും ഈ ഒരു ഹോളിലിരുത്തി തന്നെ കളിപ്പിക്കാറ്. ബാക്കി എല്ലായിടവും വൃത്തിയേടാക്കണ്ടല്ലോ. എന്നാലും അവൾ എല്ലായിടവും വന്ന് ഓരോന്ന് വാരി വലിച്ചൊക്കെ ഇടും. കുട്ടികളല്ലേ, അവർക്ക് എന്താ അറിയാമല്ലേ. അപ്പോൾ അവൾക്ക് ഫുഡൊക്കെ കൊടുത്തു. അവൾക്ക് ഈ മീൻ വറുത്തതും അവൾക്ക് നമുക്ക് മുളകിട്ട മീൻ കറിയല്ലേ, അതുകൊണ്ട് ഞാൻ പരിപ്പ് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് രണ്ടും കൂട്ടിയിട്ടാണ് മോൾക്ക് ചോറ് കൊടുത്തത്. അവൾ മൊത്തം ചോറും കഴിച്ചായിരുന്നു കേട്ടോ. അതിനുശേഷം ഞാൻ മൊത്തം ക്ലീൻ ചെയ്തില്ലേ, അപ്പം കിച്ചണും ഹോളും എല്ലാം ഞാൻ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തു. അതിനുശേഷം ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ കിച്ചണൊന്ന് ക്ലോസ് ചെയ്തിട്ട് ഞങ്ങൾ റൂമിലേക്ക് പോവും. ഇപ്പം എന്നെ വിളിച്ചുകൊണ്ടും മുന്നേ ഒരാൾ പോവുകയാണ്. കം എന്നൊക്കെ പറഞ്ഞിട്ട് മുന്നേ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇനി കുറച്ച് നേരം ഞാൻ എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് റൂമിൽ തന്നെ ആയിരിക്കും. അതിനുശേഷം മോളൊന്ന് ഉറങ്ങും. പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു കേട്ടോ. അതിനുശേഷം രാത്രിയായപ്പോൾ ഇക്ക വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് പുറത്തൊന്ന് പോയിട്ട് വരാം, കോഫി കുടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പുറത്തേക്കൊന്ന് പോവാണ്. അപ്പോൾ ഇക്കായെ കണ്ട സന്തോഷത്തിൽ ഒരാൾ അവിടെ എന്തൊക്കെയോ സംസാരിക്കുകയാണ്. അപ്പം വാപ്പിയെ കണ്ടപ്പോൾ തന്നെ ഓടി കൈ കയറിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് പോവാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.